കുറച്ച് കണ്ണടച്ചിരിക്കും. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം ഇട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്ത് നടന്നു വരിക, കൈ കൂട്ടിത്തരും. ആ കൈയിലെ ചൂട് കണ്ണിന്റെ മുകളിലേക്ക്. കൈ ഒന്ന് തലോട്, 3 പ്രാവശ്യം തലോട്, എന്നിട്ട് കണ്ണു തുറക്കുക. ശുഭദിനം. ഇനി കാല് നിർത്തിയേക്കാം. നേരിട്ട് നമ്മൾ ആസനങ്ങളിലേക്ക് കടക്കുക. കാല് മടക്കുക, നിർത്തുക. ഇടത്തെ കാല് മടക്കി വയ്ക്കുക. മുട്ട് നിലത്ത് മുടിയാ നോക്കുക. 2, 3, 4, 5, 6, 7, 8. ഇനി വലത്തെ കാല് മടക്കണം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇടത്ത കാല ആദ്യം മടക്കി വയ്ക്കുക, വലത്തെ കാല അതിന്റെ മുകളിൽ കയറ്റി വയ്ക്കുക. അർദ്ധപദ്മാസനം. കൈമാലർത്തി നിവർന്നിരിക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടി പിടിക്കുക. 3 വിരലും നിർത്തി പിടിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. കണ്ണടക്കണം കേട്ടോ. 1, ശ്വാസം എടുക്കുക. 2, പതുക്കെ ശ്വാസം വിടുക. 3, ശ്വാസം എടുക്കുക. 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. കണ്ണു തുറക്കുക. കാലിൽ നിർത്തി വയ്ക്കുക. കാലൊന്ന് മണി അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാൻ വെക്കുക. കാലിന്റെ പേരിന്റെ മടക്കണം. 1, 2, 3, 4, 5, 6, 7, 8. 1 മണി അടുത്ത കാല് മടക്കുക. 1. മടക്കുമ്പോ മുട്ട് നിലത്ത് മുടിയാ നോക്കുക. 2, 3, 4, 5, 6, 7, 8. ഇനി വലത്തെ കാല് മടക്കും. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി ആദ്യം വലത്തെ കാല് മടക്കണം. ഇടത്തെ കാല് അതിന്റെ മുകളിൽ കയറ്റി വയ്ക്കും. കൈമേലർത്തി നിവർന്നിരിക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടി പിടിക്കുക. നിവർന്നിരിക്കണം. കണ്ണടക്കുക. 1, ശ്വാസം എടുക്കുക. 2, പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. കണ്ണ് തുറക്കുക. കാലിൽ നിർത്തിയിരിക്കുക. കാലൊന്ന് അടുക്കുക. ഇനി ജാനു ശീർഷാസനം. വലത്തെ കാല് ഇങ്ങനെ മടക്കി വയ്ക്കുക. കൈ കാലിന്റെ മുട്ടിന്റെ അവിടെ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈ പൊന്തിക്കുക. 1. കൈ മുകളിലേക്ക് തള്ളുക.
2 കാലിന്റെ വിരലുമ്പോ തൊടുക. നെറ്റി കാലിന്റെ മുട്ടുമ്പോ മുട്ടിയാ നോക്കുക. ശീർഷാസനം. 3 കൈ നേരെ മുകളിലേക്ക് പൊന്തിക്കുക. 4 കൈ മാത്രം എന്താ. 5 മുകളിലേക്ക് തള്ളണം. 6 നെറ്റി കാൽമ മുടിയാ നോക്കുക, അല്ലെങ്കിൽ മുട്ടും പിടിക്കുന്ന നോക്കുക. 7 8 റെസ്റ്റ്. കാലിൽ നിർത്തേക്ക്. ഇനി ഇടത്തെ കാലം മടക്കുക. മുട്ടിച്ച് കാണിക്കണം. കാലിന്റെ ഉപ്പിട്ട് ഇവിടെ മുട്ടിച്ച് വയ്ക്കുക. കാലിൽ നേരെ നേരെ മുമ്പിലേക്ക്. 1 കൈ മുകളിലേക്ക് തള്ള. 2 ശ്വാസം വിടണം കേട്ടാ. കണ്ണ് തുറന്ന് പിടിക്കണം. 3 4 കൈ മടങ്ങാൻ പാടില്ല. 5 കൈ മടക്കാൻ പാടില്ല. 6 കയ്യും കാലിന്റെ മുട്ടും മടങ്ങാൻ പാടില്ല. 7 8 റെസ്റ്റ്. കാലിൽ നിർത്തിയില്ല. ഇനി പശ്ചിമോത്താനാസനം. ഇത് നമ്മുടെ BP നോർമൽ ആവാനൊക്കെ നല്ലതാ. കാലുമലത്തെ തരിപ്പ്, കഴുപ്പ്, വെരിക്കോസ് വെയിൻ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. എല്ലാം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. വന്നു കഴിഞ്ഞാൽ മാറാൻ കുറച്ച് സമയം പിടിക്കുന്നു മാത്രം. മാറും, കുറച്ച് സമയം വേണം. എല്ലാം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനാ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആവും. മുട്ട് മടങ്ങാൻ പാടില്ല. അപ്പൊ നമ്മുടെ വെരിക്കോസ് വെയിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവും. കൈ കാലിന്റെ മുട്ടിന്റെ അവിടെ വയ്ക്കുക. ഇനിയിപ്പോ പശ്ചിമോത്താനാസനം. 1 കൈ മുകളിലേക്ക് തള്ളണം. ശ്വാസം എടുത്തിട്ട് കൈ മുകളിലേക്ക് തള്ളുക. 2 ശ്വാസം എടുത്തുകൊണ്ട് കൈ കാലിന്റെ വിരലുമ്മ പിടിക്കുക. കാലിന്റെ മുട്ടും കൈന്റെ മുട്ടും മടങ്ങാണ്ട് നോക്കുക. തുടക്കത്തിലൊക്കെ മടങ്ങും, പിന്നെ മടങ്ങാണ്ട് നോക്കണം. തുടക്കത്തിലൊക്കെ മടങ്ങും. കാലിന്റെ മുട്ടും മടങ്ങാൻ പാടില്ല. കാലിന്റെ മുട്ടുമ്പിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നെറ്റി കാലിന്റെ മുട്ടുമ്പോ മുട്ടിയാ നോക്കുക. 3 കൈ മുകളിലേക്ക് തള്ളണം. 4 പറഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ആദ്യം 5 കൈ മുകളിലേക്ക് തള്ളുക. 6 കണ്ണ് തുറക്കണം. 7 8 റെസ്റ്റ്. നീ കൈ പിന്നില് കുറച്ച് കൈ പിന്നില് പതിച്ചു വെക്കുക. ഞാൻ വാം പൊന്തിക്കണം, പിന്നിലേക്ക് നോക്കണം. അപ്പൊ കാലിന്റെ വിരലുകൾ നിലത്ത് മുടിയാൻ നോക്കുക. പൂർവോത്താനാസനം. 1 അരവാം പൊന്തിക്കുക. 2 അരവാം പൊന്തിക്കുക, പിന്നിലേക്ക് നോക്കുക. 3 കാലിന്റെ വിരല് നിലത്ത് മുടിക്കാൻ നോക്കുക. 4 5 6 7 8 റെസ്റ്റ്. ഇനി നമ്മളെ വക്രാസനം. കാലിൽ എങ്ങനെ മടക്കി വയ്ക്കുക? ഇടത്തെ കാല് നേരെ മടക്കി വയ്ക്കുക. നേരെ ഇരുന്നോളാം. ഇനി ഇടത്തെ കൈ പിന്നിലേക്ക് വയ്ക്കുക, പിന്നിലേക്ക് മറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വലത്തെ കൈ മുകളിലേക്ക് പൊന്തിക്കുക. മുകളിലേക്ക് പൊന്തിക്കണം. എന്നിട്ട് നമ്മളെ കാലിന്റെ മുട്ടിന്റെ പുറത്തെ കൂടെ അങ്ങനെ ആക്കി കാലിന്റെ വിരലുമ്മ പിടിക്കാൻ പറ്റുന്ന വെച്ചാൽ പിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെ വയ്ക്കുക. കുറെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കാലിന്റെ തള്ള വിരലുമ്മ പിടിക്കാൻ പറ്റും. ഇനി ശ്വാസം എടുത്ത് പിന്നിലേക്ക് തിരിയണം. ഷോൾഡർ അടക്കം പിന്നിലേക്ക് തിരിയുക. അപ്പൊ വയറ് ഉള്ളിലേക്ക് വലിക്കണം. 1 2 മുമ്പിലേക്ക് ശ്വാസം എടുക്കുക. 3 പിന്നിലേക്ക്. 4 മുമ്പിലേക്ക്. 5 6 7 8 കൈ പൊന്തിക്കുക, പിന്നിലേക്ക് വയ്ക്കുക. കാലിൽ നിർത്തി വയ്ക്കുക. ഇനി വലത്തെ കാലിൽ ഇങ്ങനെ കുത്തി വയ്ക്കണം. വലത്തെ കൈ പിന്നില്
ഇടത്ത കൈ പൊന്തിക്കുക, പൊന്തിച്ചിട്ട് പുറത്തു കൂടെ വയ്ക്കുക. ഇനി ശ്വാസം വിട്ടിട്ട് പിന്നിലേക്ക് തിരിയുക. 1 2 മുമ്പിലേക്ക് നോക്കുക. 3 4 5 6 7 8. റെസ്റ്റ്. കൈ പൊന്തിക്കുക, കൈ പിന്നിക്കുക, കാല് നിർത്തുക. ഇനി നമ്മൾ അടക്കം എടുക്കുക, കിടക്കണം. കാല് കുറച്ചകത്തേക്ക്, കൈ കുറച്ചകത്തേക്ക്, കൈ മലർത്തി വയ്ക്കുക. റിലാക്സ്. വയറ് പൊന്തും താഴും, അത് ശ്രദ്ധിച്ചു കിടക്കുക. മതി. കണ്ണ് തുറക്കണ്ട. കാലടിച്ച് വയ്ക്കുക, കൈയടിച്ച് വയ്ക്കുക. ഇനി 1 പറയുമ്പോ ശ്വാസം എടുത്തിട്ട് കൈ പിന്നിരിക്കും. 1 2 കൈ മുമ്പിലേക്ക് വയ്ക്കുക. 3 4 5 6 7 8. Rest. Rest. Relax. Rest. ഇനി നമ്മൾ ഇടത്തെ കാര്യം മുട്ട് മടങ്ങാണ്ട് മുകളിലേക്ക് വന്നിരിക്കണം. അർദ്ധം മേലുന്നുണ്ടാകണം. 1 കാലിന്റെ വിരലിന് മുകളിലേക്ക് തള്ളിപ്പിടിക്കുക, തള്ളവിരലിന് മുകളിലേക്ക് തള്ളിപ്പിടിക്കുക. 2 ശ്വാസം വിട്ടുകൊണ്ട് നിലത്ത് വയ്ക്കുക. 3 ശ്വാസം എടുത്തുകൊണ്ട് കാല് പൊന്തിക്കണം, കാലിന്റെ തള്ളവിരലിന് മുകളിലേക്ക് തള്ളുക. 4 5 6 7 8. റെസ്റ്റ്. ഇനി വലത്തെ കാലം പൊന്തിക്കണം. 1 2 3 4 5 6 7 8. Rest. Relax. ഈ 2 കാല് പൊന്തിക്കണ്ടാ, പൂർണ്ണ മരുന്നുണ്ടാക്കണം. 1 കാലിന്റെ തള്ളവിരലുകള് മുകളിലേക്ക് തള്ളുക. 2 3 ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുക, കാലിന്റെ വിരലിന്റെ മുകളിലേക്ക് തള്ളുക. 4 ശ്വാസം വിട്ടുകൊണ്ട് താത്തുക. 5 6 7 8. റെസ്റ്റ്. ഇനി നമ്മൾ മർക്കടാസനം. കാല് 2 മടക്കി വെക്കുക, കൈ സൈഡിലേക്ക് വെക്കുക, കാല് 2 മടക്കി മാക്സിമം അടുപ്പിച്ച് വെക്കുക, കൈ സൈഡിലേക്ക്. ഇനി വന്ന് വരുമ്പോ ശ്വാസം ഇട്ടിട്ട് കാല് ഇടത്ത ഭാഗത്ത് നിലത്ത് മുട്ടിക്കണം, വലത്തെ ടൈമിലേക്ക് നോക്കണം. റെഡി. കാല് ഇടത്ത ഭാഗത്ത് മുട്ടിക്കുക, വലത്തെ കൈമിലേക്ക് നോക്കുക, ശ്വാസം വിടണം. 1
ടു. ശ്വാസം എടുത്തിട്ട് നേരെ വരിക, നേരെ വരണം. ഇനി ഇപ്പുറത്തേക്ക് 3. കാല് വലത്തെ ഭാഗത്തേക്ക് മുട്ടിക്കുക. അപ്പൊ അടുത്ത കൈമേലേക്ക് നോക്കണം. 4, 5, 6, 7, 8. റെസ്റ്റ്. കാല് നിർത്തി. ഇനി വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കണം. തിരിഞ്ഞ് കമന്ന് എടുക്കുക. വലത്തോട്ട് തിരിഞ്ഞ് കമന്ന് കിടക്കണം. വലത്തോട്ട് തിരിഞ്ഞ് കമന്ന് എടുക്കുക. കാലടുപ്പിച്ച് വെക്കുക. കൈ കാലിന്റെ അടിയിലേക്ക് വെക്കുക. അടുത്ത കാല് മുട്ട് മടക്കാണ്ട് പൊന്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി വലത്തെ കാല് പൊന്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി രണ്ട് കാലും പൊന്തിക്കണം. കൈ കാലിന്റെ അടിയിൽ ചുറ്റി വയ്ക്കുക. രണ്ട് കാലും പൊന്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ മുമ്പിൽ മടക്കി വെക്കുക. ഭുജംഗാസനം. കൈ ഷോൾഡറിന്റെ ലെവലിൽ വെക്കുക. കാലടിപ്പിച്ച് വെക്കണം കേട്ടോ. നെറ്റ് ബന്ധിക്കുക, താടി ബന്ധിക്കുക, ചെസ്റ്റ് ബന്ധിക്കുക. 1. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 2. എടുക്കുക. കാല് മുട്ടിച്ച് വെച്ചോളാം. കാലടിപ്പിച്ച് വെക്കുക. ആദ്യം 3. മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. പൊക്കിൾ കൂടി വരെ പൊന്തണം. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുത്ത് വിടുക. 4, 5. മുകളിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 6, 7. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 8. റെസ്റ്റ്. കൈ പിന്നിലേക്ക് വെക്കുക. ഇനി ധനുരാസനം. 1. കാല് മടക്കുക. 2. കാലിന്റെ ആംഗിളിൽ പിടിക്കുക. 3. കാല് മുകളിലേക്ക് വലിക്കുക. മുകളിലേക്ക് നോക്കുക. പതുക്കെ മുമ്പിലേക്കും പിന്നിലേക്കും ആടുക. കാല് മുകളിലേക്ക് വലിക്കുക. 4, 5. കാല് മടക്കി പിടിക്കുക. കാലിന്റെ ആംഗിളിൽ പിടിക്കണം. 6. മുകളിലേക്ക് നോക്കുക. 7, 8. റെസ്റ്റ്. കാല് കുറച്ച് അകത്തേക്കുക. കൈ മുമ്പിൽ താടിയുമ കുത്തിവെക്കുക. മകരാസനം. അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കിടക്കണം. അടിവയറിന്റെ ഭാഗത്ത് ശ്വാസം ശ്രദ്ധിക്കുക. താടി കൈമ കുത്തിവെക്കുക. കണ്ണടച്ച് അടിവയറിന്റെ ഭാഗത്ത് ശ്വാസം ശ്രദ്ധിക്കുക. മകരാസനം. കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. കൈ കെടുത്തി വെക്കുക. ഇടത്തെ കൈപ്പത്തിയുടെ മുകളിൽ വലത്തെ കൈപ്പത്തി. തല സൈഡിലേക്ക് ചരിച്ചു വെക്കുക. കണ്ണടച്ച് വയറിന്റെ ഭാഗത്തേക്ക് അടിവയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് എടുക്കുക. കൈ അങ്ങോട്ട് മാറ്റി വെക്കുക. തല തിരിച്ചു വെക്കുക.
മതി. കാല് അടുപ്പിച്ച് വെക്കാം. കൈ ഷോൾഡറിന്റെ അവിടെ കുത്തുക. കൈ കുത്തി പിന്നിലേക്ക് ഇരിക്കണം. നെറ്റി നിലത്ത് മുട്ടിക്കണം. ശശാസനം. നെറ്റി നിലത്ത് മുട്ടിക്കുക. കൈ മുമ്പിലേക്ക് തള്ളുക. കൈ മുമ്പിലേക്ക് തള്ളുക. കണ്ണ് തുറക്കാട്ടാ. ശശാസനം. പതുക്കെ അനിച്ച് നിൽക്കുക. പതുക്കെ അനിച്ച് നിൽക്കണം. കാലടിപ്പിച്ച് വയ്ക്കുക. കൈ മുമ്പിലേക്ക് പിടിക്കുക. 1 2 3 4. കാല് മുട്ടിച്ച് വെച്ചോ. 5 6 7 8 8 7 6 5 4 3 2 1. റെസ്റ്റ്. ഇനി കാലിന് പിറ്റി പതിക്കണം. കൈ മുകളിലേക്ക് പതിക്കണം. 1 2 3 4 5 6 7 8. റെസ്റ്റ്. കാല് കുറച്ച് അകത്തിരിക്കുക. ഇരിക്കുക ഇരിക്കുക. 1 2 3 4 5 6 7 8. റെസ്റ്റ്. മതി. ഇനി നമുക്ക് ചിരിക്കണം കേട്ടാ. ഇങ്ങനെ ഹോയ് 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 എന്ന് പറയാം. ഹോയ് 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 ഹോയ്. കൈ മുകളിലേക്ക് പതിക്കാം. കൈ സൈഡിലേക്ക് ഇങ്ങനെ അപ്പൊ കാലിന് കുറ്റിന്ന് പൊന്തിക്കണം. പിന്നിലേക്ക് വളരാം. പിന്നിലേക്ക് ഒന്ന് വളയാ. സ്ട്രെച്ചിങ്. കാലിന്റെ കുറ്റി പൊന്തി മതി. നീ കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് വെരി ഗുഡ് വെരി ഗുഡ്. ഐ ആം ഹെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദി ബെസ്റ്റ്. ഈ സൗണ്ട് ഉണ്ടാക്കാണ്ട് തിരിക്കുക. സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. വയറ് കിടന്നിളക്കാം. വയറ് വിളിക്കുക. കിടന്നിളക്കണം. അങ്ങനെ അടിക്കണം. സൗണ്ട് ഉണ്ടാക്കണ്ട. നമ്മള് ഓഫ്ലൈനൊക്കെ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കൈ ചൂണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. കളിയാക്കി ചിരിക്കണം. മാതിരി നന്നായിട്ട് ഉള്ളിന്ന് വരണം. സന്തോഷമായിട്ട് ഒന്നുകൂടി ഇരിക്കണം കേട്ടാ. 1 2 3 4 5 6 7 8. ഇനി മുട്ടുകുത്തിരിക്കണം. വജ്രാസനം. മുട്ടുകുത്തിരിക്കുക. കൈ മടിയിൽ മലർത്തി വെക്കുക. കൈപ്പത്തിയുടെ മുകളിൽ കൈപ്പത്തി. നിവർന്നിരിക്കണം. കണ്ണടക്കാം. ശ്വാസം എടുക്കുക. 1 2 പതുക്കെ ശ്വാസം വിടുക. 3 4 5 6 7 8. കണ്ണ് തുറക്കുക. കൈ പിന്നിൽ വെക്കുക. ശശാങ്കാസനം. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് പൊട്ടിക്കാൻ നോക്കണം. 1 കണ്ണ് തുറന്നു പിടിക്കണം. നമ്മുടെ തലയിലേക്ക് മുഖത്തേക്ക് ബ്ലഡ് വരും. 2
പ്രഷറിന്, അതുപോലെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ്, ദഹനം കറക്റ്റ് ആവാൻ ഇതിനൊക്കെ നല്ലതാണ്. 3 4 5 6. വൈകിട്ട് ഉറങ്ങാൻ കിടക്കണ മുമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ ഉറക്കം വരാനേക്ക്. നമ്മളെ ഉറക്കത്തിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ. 5 6 7 8. മതി. സൈഡിലേക്ക് കൈ വെക്കുക, കാലിൽ നിർത്തിയിരിക്കുക, സൈഡിലേക്ക് ചെരിഞ്ഞ് ഇരിക്കുക, കാലൊന്ന് അനക്കുക. ഇനി ചമറമണിഞ്ഞിരിക്കണം. നമ്മള് നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് നിവർന്നിരിക്കണം. നമ്മുടെ നട്ടലിന്റെ അവിടെ ശ്രദ്ധിച്ച് ശ്വാസം എടുത്ത് വിടില്ല. അപ്പൊ ഇടത്തെ കൈ ചിന്മുദ്ര, വലത്തെ കൈ നാസ്തിക മുദ്ര. വലത്തെ തള്ളവിരലുകൊണ്ട് വലത്തെ മൂക്കടക്കണം, ഇടത്തെ മോതിരവിരലുകൊണ്ട് ഇടത്തെ മൂക്കടക്കണം. അപ്പൊ ആദ്യം നിവർന്നിരിക്കണം. പ്രാണായാമങ്ങൾ എപ്പോഴും നമ്മള് കണ്ണടച്ചിട്ട് ചെയ്യലല്ലേ. നമ്മള് നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, വലത്തെ മൂക്ക് അടച്ചു പിടിക്കുക. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടത്തെ മൂക്ക് അടയ്ക്കുക. 2 മൂക്ക് അടച്ചിക്കുക, 2 വലത്തെ മൂക്ക് തുറക്കുക, 3 വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കണം, എന്നിട്ട് അടച്ചു പിടിക്കുക. അടുത്ത മൂക്കിലൂടെ വിടുക, 4 അടുത്ത മൂക്കിയുടെ തന്നെ ഉള്ളിലേക്ക് എടുക്കണം, 5 നട്ടലിനോടെ ശ്രദ്ധിക്കണം കേട്ടോ, അടച്ചു പിടിക്കുക, 6 7 8 7 6 5 4 3 2 1 2 3 4 5 6 7 8 7 6 5 4 3 2 1 റെസ്റ്റ്. 2 കൈയും ചിന്മുദ്ര, നിവർന്നിരിക്കുക. ഇനി 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക, 1 2 പതുക്കെ ശ്വാസം വിടുക, 3 4 5 6 7 8
റെസ്റ്റ്. കണ്ണടച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. കൈ പിന്നിൽ വെക്കുക, ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. ഭൂമിദേവിയോട് നന്ദി പറയുക. ശ്വാസം എടുത്ത് നിവർന്നു വരിക, കൈ കൂട്ടി തിരുമ്പുക. കൈ കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈ മുഖത്തെല്ലായിടത്തേക്ക് ഒന്ന് അമർത്തുക. നെറ്റി, കവിള്, താടി, ചെവിയുടെ അടിയില്, കഴുത്തിന്റെ അടിയില്. കൈ വീണ്ടും കൂട്ടിപ്പിടിക്കുക. നമസ്കാര മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാ, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നുകൂടി കൈ കൂട്ടി തിരുമ്പി. ചൂട് കണ്ണിന്റെ കൈ നന്നായിട്ട് കൂട്ടിയിറക്കണം. ചൂട് കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈ മുഖത്ത് എല്ലായിടത്തും ഒന്നും കൂടി അമർത്തുക. ചെവിയുടെ അടിയില്, ചെവിയുടെ പിന്നില്, തലയിലൊക്കെ ഒന്ന് അമർത്താം. തലയോട്ടേക്ക് ഒന്ന് പിടിച്ചമർത്തുക. കൈ വീണ്ടും കൂട്ടി തിരുമ്പുക. നന്നായിട്ട് കൂട്ടി വയ്ക്കുക. കണ്ണിന്റെ മുകളിലേക്ക്. കണ്ണ് തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. കൈന്റെ പേരിൽ വിളിക്ക് നോക്കിയിട്ട് കണ്ണ് തുറക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. ശുഭദിനം. അപ്പൊ എല്ലാ ദിവസവും യോഗ ചെയ്യണം. അപ്പൊ നാളെ ഞായറാഴ്ച ആയാലും നാളെയും നമുക്ക് കുറച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ക്ലാസ് ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാം. കുറച്ച് നേരമെങ്കിലും നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മളെ വെള്ളം എല്ലാ ദിവസവും നന്നായി വെള്ളം കുടിക്കണം. മഴയായാലും വെയിലായാലും ഒരേമാതിരി. മഴയാകുമ്പോ കുറച്ച് കുറയ്ക്കാം. വെയില് ഒക്കെ ആകുമ്പോ വേർത്ത് പോകും. അപ്പൊ കൂടുതൽ കുടിക്കണം. അപ്പൊ മഴക്കാലമായാലും വെള്ളം കൂടി കുറയ്ക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.